കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% താരിഫ് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഡിസംബർ 18-ന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിദിന ശതമാന ഇടിവാണ് തിങ്കളാഴ്ച US ഓഹരികളിൽ കുത്തനെ ഇടിഞ്ഞിരിക്കുന്നത്. അതേസമയം യുക്രൈനായി ഒരു സമാധാന പദ്ധതി രൂപീകരിക്കാൻ യൂറോപ്യൻ നേതാക്കൾ സമ്മതിച്ചതോടെ യൂറോപ്യൻ ഷെയറുകൾ ശക്തിപ്പെടുകയും ചെയ്തു. താരിഫ് അഭിപ്രായങ്ങൾ US സൂചികളെ സെക്ഷൻ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് നയിക്കുകയും ചെയ്തു. അതേസമയം കനേഡിയൻ ഡോളറും മെക്സിക്കൻ പെസോയും ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴുകയും ചെയ്തിട്ടുണ്ട്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമുള്ള താരിഫ് ഒഴിവാക്കാൻ ഒരു കരാറിനും ഇടമില്ല എന്ന് പറഞ്ഞ ട്രംപ് ഏപ്രിൽ 2 മുതൽ പരസ്പര താരിഫ് ആരംഭിക്കുമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. യൂറോപ്പിന് ഇത് തീർച്ചയായും ഒരു പോസിറ്റീവാണ്. കാരണം ഇത് യുക്രൈൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ യൂറോപ്പിനെ കൂടുതൽ ഏകീകരിക്കുകയും പഴയ സോവിയറ്റ് യൂണിയനിൽ പുനഃസൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന റഷ്യക്കാർക്കായി ഒരു രേഖ വരയ്ക്കാനും സഹായിക്കുന്നുണ്ട്. വിവിധ ടോക്കണുകൾ ഉൾപ്പെടുന്ന ഒരു പുതിയ US തന്ത്രപരമായ കരുതൽ ശേഖരം സംബന്ധിച്ച ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വാരാന്ത്യത്തിലെ കുതിച്ചുചാട്ടത്തിന് ശേഷം ബിറ്റ്കോയിനും ഇടിവ് നേരിട്ടിട്ടുണ്ട്. ഡിജിറ്റൽ ആസ്തികളെക്കുറിച്ചുള്ള തന്റെ ജനുവരിയിലെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ബിറ്റ്കോയിൻ, ഈതർ, XRP, സൊളാന, കാർഡാനോ എന്നിവയുൾപ്പെടെയുള്ള കറൻസികളുടെ ഒരു ശേഖരം സ്ഥാപിക്കുമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ട്രംപ് ഞായറാഴ്ച ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരു വിവരം.